ജോസഫേ, മോനും മരോളും പോയില്ലടാ? ഞാൻ കൊണ്ടേ പോവുള്ളൂ. വിശാലാൻറ്റി പാല്. ഉല്ലാസേട്ടൻ എന്താ പറ്റിയേ? ആർക്കറിയാം മോളെ, രാവിലെ തൊട്ട് തുടങ്ങിയതാ. മൂട്ടിൽ വെയിലൊതിച്ചാലും എണീക്കാത്തവനാ. ഇന്ന് എന്താണേക്കുള്ള പറ്റിയേ? മലമ പിത്താ പിത്താത്തേ, മലമ പിത്താ പിത്താത്തേ. അതെ, ഉല്ലാസേട്ടുണ്ടോ അവിടെ? ജയിച്ചാ മതിയേനു. ആ നടത്തം കണ്ടിട്ട് തോറ്റിട്ടുണ്ടാവുന്നാ തോന്നേ. പൊടി കരുന്നൊക്കെ വലിച്ചൊന്നും പറയാതെ. മലമ പിത്താ പിത്താ. എന്താണ് ഉല്ലാസം ഇത്ര നേരത്തെ? ഇന്നലത്തെ കെട്ടെന്ന് ഇറങ്ങിയില്ലേ? അശോകേട്ടാ, നിങ്ങൾ ചെല്ല്. ഓ ആയിക്കോട്ടെ ആയിക്കോട്ടെ. അമ്മേ 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 അമ്മേ, എന്താണ്ടാ രാവിലെ തന്നെ തൊള്ളോർക്കുന്നേ? എനിക്ക് എൻട്രൻസ് കിട്ടി അമ്മേ. ഓ ആയിക്കോട്ടെ. എന്താ അമ്മേ, ഏട്ടന് രാവിലെ തന്നെ ലോട്ടറി അടിച്ചോ? മങ്കയുടെ നീരാട്ട് കഴിഞ്ഞാ? എന്റെ ഏട്ടന് എൻട്രൻസ് കിട്ടി, നാളെ കളക്ടർ ആവും. അമ്മേ, പ്രോത്സാഹിപ്പിച്ചില്ലേ, നിരുത്സാഹപ്പെടുത്തരുത്. മര്യാദയ്ക്ക് SLC ചെയ്തെടുക്കാൻ പറ്റാത്തവനാ ഡിഗ്രി ചെയ്തെടുക്കാൻ പോകുന്നു. അമ്മ അങ്ങനെ പറയരുത്. ഏട്ടൻ നമ്മുടെ തറവാട്ടിൽ അഭിമാനം കാത്തു സൂക്ഷിക്കേണ്ട ആളല്ലേ. സരസ്വതി മിസ് ഇംഗ്ലീഷിന് പേപ്പർ കണ്ടപ്പോ എന്താ പറഞ്ഞെന്നറിയോ? അതിൽ കണ്ടുപിടിക്കേണ്ട ലിപികളുണ്ടെന്ന്. നിർത്തറി, നീ വലിയ പഠിത്തക്കാരി. ഇങ്ങനെ ഡിഗ്രി എടുത്ത കുറെ പേരുണ്ട്. ഓരോരോ മാഞ്ഞാളങ്ങള്. അത് ശരിയാ, പക്ഷെ ഇവരാരും സ്വന്തം അനിയത്തിയുടെ കൂടെ പഠിച്ചവരല്ല. പക്ഷേ അമ്മേ, എനിക്ക് നല്ല കോൺഫിഡന്റ്. ഇത്തവണ ഞാൻ കഴിച്ചില്ലാവും. പൊന്നു മോനെ, അമ്മേന്റെ അടുത്ത് 5 പൈസ കിട്ടുമെന്ന് വിചാരിക്കണ്ട. പഠിക്കാൻ വിട്ടപ്പോ കൂട്ടുകാരൻ മൂടും താങ്ങി നടന്നിട്ട് ഇപ്പൊ വലിയ ഡിഗ്രിക്കാരൻ വന്നിരിക്കുന്നു. വേണ്ട, എനിക്ക് എന്റെ അച്ഛൻ തന്നോളൂ. ആ ദേ വന്നല്ലോ നിങ്ങളുടെ അച്ഛൻ. മക്കളെ വന്നു നിങ്ങളെ അച്ഛൻ. അയ്യ, എന്താ കോലം? ഇന്നെന്താ പിരിച്ചു കിട്ടോ? ട്രാൻസ്ഫർ. അച്ഛാ, എനിക്ക് എൻട്രൻസ് കിട്ടി. നീ എന്റെ പൊന്നു മോനാടാ. അയ്യോ, എന്താ ചട്ടി? ഓളിപ്പന്തിനാ പോയേ? പേടിക്കണ്ട, അമ്മയുടെ ചട്ടിയുടെ അത്ര തീരുമാനമായി. ഞാൻ കരുതി ഓള് ഒലക്കെടുക്കാൻ പോയി തയ്ക്കുന്നു. അത് മിക്കവാറും ഞാൻ തന്നെ എടുക്കേണ്ടി വരും. അമ്മേ, ഞാനിപ്പോ വരാ. അയലത്തെ പെണ്ണൊരു കണ്ണാള്. ഡാ, ഈ എങ്ങോട്ട് എത്ര തിരക്കിട്ടിട്ട്? എന്താ? എന്തേന്നോ? പുന്നാനമൊരു ഒരു പെണ്ണ് കാണാൻ പോയത് ഓർമ്മയുണ്ടോ? നിന്റെ ഗുണനിലവാരം അറിയാൻ വേണ്ടിട്ടേ പെണ്ണിന്റെ അച്ഛനും ബ്രോക്കറും ഇങ്ങോട്ട് വരും. ഓഹോ, ഉമ്മർത്തൊരു സാധനം കിടക്കണ കണ്ടല്ലോ. അക്കോലത്തിൽ അങ്ങോട്ട് വന്നിട്ട് വെച്ചാല് ബാക്കി ഞാൻ പറയണില്ല. അമ്മക്കിത് എന്തിന്റെ സൂക്കേടാ? ഞാൻ പോയിട്ട് പെട്ടെന്ന് വരും. അച്ഛാ, അച്ചോ, എനിക്കൊരു 50 വേണം. 50 റുപ്യ? ദാരിദ്ര്യവാസി തന്ത, ഇയാളാണ് എന്നെ പഠിപ്പിക്കാൻ പോണേ. ആ ഗീതന്റെ അടുത്ത് അടിക്കാൻ കൊടുത്ത് മേടിക്കണേ. എനിക്ക് പറ്റൂല, ആ ഉഷോട് പറഞ്ഞോളി. ഈ ചെക്കൻ ഒരു കാര്യം പറഞ്ഞാ കേക്കൂല. എന്തായി? ഞാൻ കഴിച്ചില്ലായി. നിങ്ങളാ? നമ്മളും ജയിച്ചു കൂറേ. എടാ, കുഞ്ഞൻ തോറ്റടാ. ഓൻ തോറ്റില്ലെങ്കിൽ അതിശയുള്ളു. ആ ഏരപ്പന്റെ പണി തന്നെ. എന്തേ? ഓൻ പരീക്ഷ ആള് ടീച്ചറുടെ വടയെ നോക്കിക്കായിരുന്നു. ഒരു വട ഉണ്ടാക്കിയ സൂയിപ്പേ. എന്നിട്ട് ഓനവിടെ ഓഫാ. എടാ, നമ്മളെ ഗോപിയറിന്റെ ടീമിനെ കാണല്ലോ. അടിച്ചോപ്പായിണ്ടാവും. എന്താ ഇതിന് തണുപ്പില്ലേ? പിന്നെ ഇതെന്നാ തോട്ട് നോക്കിയാ നന്നായി.
രണ്ടെണ്ണം അടിക്കണ എന്തൊക്കെ പാടാ. അയ്യോ അവിടെ ഇരുന്നോ. എന്റെ കല്ല അവിടെ ഉണ്ട്. ഉല്ലാസ ക്ലാസ് എടുക്കടാ. ഞാൻ അടി നിർത്തി. അതെ, ഞാൻ അടി നിർത്തി. ഇനി ഡിഗ്രി എടുക്കും വരെ. അത് കഴിഞ്ഞിട്ടും. ഓഹോ, അപ്പനെ എനിക്ക് ജീവിതത്തിൽ അടിക്കാൻ പറ്റില്ലല്ലേ? അതെന്തേ? ഓനൊരു കാലത്തും ഡിഗ്രി എടുക്കൂല. നിർത്തടാ. ഉല്ലാസേ, ഈ അടി നിർത്തിക്കോ. പക്ഷെ നമ്മൾ ആദ്യമായിട്ടല്ലടാ ഒരു പരീക്ഷ പാസ്സാവണത്. അതിന്റെ സന്തോഷത്തില് ഒരു പെഗ്, ഒറ്റ പെഗ് മതി. എന്നാ ശരി, ഒരു പെഗ്, ഒരൊറ്റ പെഗ്. കനക, ഈ ഭാസ്കരനോട് നാളെ വലിക്കാൻ വരാൻ പറഞ്ഞില്ലേ? നാളെ വരും. നാളെങ്കിലും വന്നാ നല്ലത്. തേങ്ങ മുഴുവൻ തൊയിഞ്ഞു പോവുക. ഇപ്പൊ കിലോന് 50 ഉറുപ്പ്യ വില. അത് കണ്ടോൽക്ക് പെറുക്കി കൊണ്ടുപോകാനല്ല ഞാൻ ഇത് ഉണ്ടാക്കുന്നത്. എന്ത് പറഞ്ഞാലും ഗണപതിയായിട്ടുള്ള പൈക്കളമാതിരി ഓന്റെ ഒരു തലയാട്ടല്. നിങ്ങളെ എവിടെയാണ് മുത്തപ്പ? അല്ല കേട്ടാ, ഞാനൊരു കാര്യം പറയട്ടോ. നാട്ടുകാര് ചില തെണ്ടികൾ ഇങ്ങനെ വിളിക്കണ്ടിച്ചിട്ടേ നമ്മള് കമ്പനിക്കാർ തമ്മിൽ വേണ്ടട്ടോ. നിങ്ങളത് വിടിശിപ്പേട്ടാ, ഇതടിക്കും. നല്ലൊരു രസമായിട്ട് ഞാനത് വിട്ട്. അല്ല, ഉല്ലാസടെ ഉത്തമ കുടിയ. ഈ ഒളിക്കൊന്നും വേണ്ട. നിന്റെ പീടിയെന്ന് മോളെ പിറന്നാളാണ്, ഓക്ക് ശർക്കര പായസം കുടിക്കാൻ പൂതിയാന്നും പറഞ്ഞിട്ട് ശർക്കരയും കടം വാങ്ങി ഇന്റെ പറമ്പിലിട്ട് എന്നെ റാക്കേച്ച് കുടിക്കല്ലേ? എന്നെ ഞാൻ വിടൂല. ഏത് മാളത്ത് പോയി ഒളിച്ചാലും എന്നെ ഞാൻ പിടിക്കടാ. നിങ്ങള് പേര് ഉത്തമാട്ടാ, മേലതി അണയരുന്നല്ലോ വൈദ്യുതി പറഞ്ഞ്. അല്ല, അതും നേരാ. അയ്യോ, കണ്ടില്ലേ വാല്? ഇതങ്ങോട്ട് കേറ്റിക്കോ. ആ ചമ്മലം അങ്ങോട്ട് മാറട്ടെ. ശിവേട്ടാ, പോയോ? നിങ്ങള് വാറ്റിട്ട് ഒറ്റ തുള്ളി ഞങ്ങക്ക് തന്നില്ലല്ലോ. എടാ വൃത്തിയോട്ടോനെ, എനിക്ക് എന്നെ ഒരു തുള്ളി കിട്ടിയില്ല. പിന്നെ നിങ്ങൾ ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് തന്നെ കിട്ടാണ്ടിരിക്കും. ഇല്ലടാ, അത് പോലീസ് കൊണ്ടുപോയി. അപ്പൊ നിങ്ങളെ പോലീസ് പിടിച്ചില്ലേ? അതിലിത്തിരി പുളിക്കും. ഞാനോടി. എന്നിട്ടോ? സ്ഥലമുടമ ഉത്തമൻ ചാരായം പാറ്റ് കേസിൽ പിടിയിൽ. നീ മര്യാദ കൊപ്പിട്ടോ. സാറേ, ഞാൻ പറഞ്ഞില്ലേ, ഞാനല്ലത് ചെയ്തത്. ഏതോ ദുഷ്ടന്മാരെന്നെ ചാമ്പ്യത. ചാരായം പാറ്റായിട്ട് എനിക്ക് യാതൊരു ബന്ധവുമില്ല. ഒന്ന് ചുമ്മാ നിനക്കള് തരാം. എടാ, ഇന്നലെ മുതൽ നീ ഇത് തന്നെയാ പറഞ്ഞോണ്ടിരിക്കുന്നത്. നിനക്ക് ഇന്നലെ കിട്ടിയൊന്നും പോരെ. എന്നാ സാർ ഒരു കാര്യം ചെയ്യും, ഈ സ്റ്റേഷൻ തെളിയാതെ കിടക്കുന്ന എല്ലാ ബലാത്സംഗ കേസും എന്റെ തലയിലേക്ക് അങ്ങോട്ട് എടുത്തിട്ടോ. നിർത്തടാ. പോലീസ് സ്റ്റേഷനിലാണോ നിന്റെ കോമഡി? ഇത് നമ്മളെ ഉൽപ്പലാക്ഷനായ ആളാണ് സാർ. ഏത്? ആ വെള്ളം പോലീസോ? അതെ, ആ ഒരു തെറ്റേ ഞാൻ ചെയ്തിട്ടുള്ളൂ. പണ്ട് കാക്കൂർ സ്റ്റേഷനിലായിരുന്നപ്പം ഞാനടക്കം 6 പേർക്ക് സസ്പെൻഷൻ വാങ്ങി തന്ന കക്ഷിയാ സാർ. അതെ, നല്ല മഴക്കാറുണ്ടല്ലോ ബ്രോക്കറെ. അതെ, എൻ്റെ പേര് ബ്രോക്കർ എന്നല്ല, സതീശൻ എന്നാ. നിങ്ങൾ ആ കൂളിംഗ് ഗ്ലാസ് എടുത്ത് പോക്കറ്റ് ഇട്. അല്ല ഏട്ടന്മാരെ, പോയി ഭൂമിന്റെ അറ്റം വരെ എത്താനായല്ലോ. അല്ല, നിങ്ങൾക്ക് ശരിക്കും വഴി അറിയോ? എനിക്കറിയൂല, പക്ഷെ ഇയാൾക്കറിയാം. ഒന്ന് പറഞ്ഞു കൊടുക്കടോ. പോട്ടെ, കുറച്ചുകൂടെ പോട്ടെ. ഞാൻ അന്ന് വന്നത് രാത്രിയിലാണ്. പോരാത്തതിന് അത്യാവശ്യം. എന്താടാ നിർത്തിയത്? പറയേ. അത്യാവശ്യം ഇരുട്ടുണ്ടായിരുന്നു. രാത്രി പിന്നെ ഇരുട്ടുണ്ടാവൂലേ? ഇവൻ ആരടാ? അതെ, ഇനി നിങ്ങൾ പോയി ആരോടെങ്കിലും വഴി ചോദിക്ക്, എന്നിട്ടേ ഞാൻ വണ്ടി എടുക്കുള്ളൂ. നാട്ടിൽ നിന്ന് വിളിച്ച വണ്ടിയല്ലേ, അനുഭവിച്ചോ?
ഇവിടെ വഴി ചോദിക്കാൻ ഒരു പട്ടിക്കുഞ്ഞിനെ കാണുന്നില്ലല്ലോ. ആ ദേ അവരോട് ചോദിക്കാം. കേറാൻ പറ്റില്ലല്ലോ. കുറച്ച് കയറ്റിയാ പോരേനോ. അതെ, ഒരു കാര്യം ചോദിച്ചോട്ടെ. ആ, ഈ വലിയ വീട്ടിൽ ഉൽപ്പലാക്ഷ നായരുടെ വീട് ഏതാ? ഇവിടുന്ന് അങ്ങോട്ട് അടുത്തോട്ട് തിരിഞ്ഞ രണ്ടാമത്തെ വീട്. ഓ, എന്നാ ശരി ശരി. ആയിക്കോട്ടെ. ഡ്രൈവർ ഒന്ന് വെയിറ്റ് ചെയ്യട്ടാ. അതിനേരം വെയിറ്റ് ചെയ്യാൻ പറ്റില്ല, വെയിറ്റിംഗ് ചാർജ് ഉണ്ടാവും. ചേട്ടാ തരാ ചങ്ങായി. ആ, ഒരു മൂപ്പയാളുടെ വീട്ടിലേക്കല്ലേ? അതെ, ഇതൊന്നും അവിടെ കൊടുക്കൂ. ഇത് മൂപ്പയുടെ മോന്റെ രാവിലെ തന്നെ നല്ല കിണ്ടിയാ. അത് ശരി, നിനക്ക് ഞാൻ തരുന്നുണ്ട്. അല്ല അത് പിന്നെ ഡ്രൈവറെ വണ്ടി എടുക്ക്. അല്ലേ ഇപ്പൊ നിങ്ങള് പോണില്ലേ? മൂപ്പര മോളെയാണോട് ആ ഉല്ലാസം വന്ന് പെണ്ണ് കണ്ടത് പട്ടിയെ. എന്റെ കയ്യാ. ഓരോന്നും ആയിക്കോട്ടെ. അപ്പൊ അതും പോയി. പ്രൊക്കറും പോയി പെണ്ണും പോയി നാട്ടക്കച്ച അയിലച്ച. പ്രൊക്കറും പോയി പെണ്ണും പോയി നാട്ടക്കച്ച അയിലച്ച. നിങ്ങൾ ഒടുക്കത്തെ കുടികാരനാ അതൊക്കെ. അല്ലെങ്കിൽ ഈ ആലോചന മുടങ്ങിയിരുന്നോ? നിങ്ങൾ അച്ഛനും മോനും കുടിച്ചും വലിച്ചും ഇങ്ങനെ നടന്നോളി. ഒരു പെണ്ണ് വലുതാന്ന് വല്ല വിചാരം ഉണ്ടോ നിങ്ങക്ക്? ഈ ഒന്ന് ചുളയ്ക്കാണ്ടിരിക്കടേ. എനിക്കറിയാം ഇത് ആരാ മുടക്കുന്നതെന്നൊക്കെ. ഓണം എത്ര മുടക്കുമെന്ന് നമുക്ക് നോക്കാമല്ലോ. അതിനല്ലേ ഓണയുടെ വീഡിയോ എന്തെന്നിരിക്കുന്നേ. ഹലോ. ഉറക്കായിരുന്നോ? ആരാ? ഞാൻ ആര്യാണ്. ഏതാര്യ? ഇത്ര പെട്ടെന്ന് മറന്നുപോയോ? എന്നെയാണ് ഉല്ലാസ് പെണ്ണ് കാണാൻ വന്നത്. ആണോ? ഉല്ലാസിന്റെ ഉറക്കക്ഷീണം മാറിയില്ലെന്ന് തോന്നുന്നു. ഒരു കാര്യം ചെയ്യോ, ഉല്ലാസ് ഒന്ന് തിരിച്ചു വിളിക്കോ മൂഡ് മാറുമ്പോ? വിളിക്കാം. ആ ഓക്കെ. ശരി, ബൈ. ചോറായാവോ? അമ്മേ, ചോറ്. അയ്യോ തമ്പുര എണീറ്റാ? എന്തിനാ എഴുന്നേറ്റേ? അമ്മ ചോറ് കട്ടുമ്മ കൊണ്ട് തരുമായിരുന്നല്ലോ. എടി ഉഷേ, ഓൻ എടുത്തു കൊടുത്തോ? എന്ത് പണിയേട്ടെ കാണിച്ചത്? എന്റെ ഫ്രണ്ടിന്റെ ചേച്ചി അന്ന് പോയി പെണ്ണ് കണ്ടത്. ശരി. ഡേ, നടക്കേണ്ടതാണെങ്കിൽ നടക്കും, മുടങ്ങേണ്ടതാണെങ്കിൽ മുടങ്ങും. നീ വായ വിളിച്ചിക്കണേ എഞ്ചി പോയിട്ട് ഇവിടുന്ന്. അല്ലല്ലോ, ഇതൊക്കെ ഞാൻ ആരോട് പറയുന്നേ? ഞാൻ ഉല്ലാസാണ്. എന്താണ് മാഷേ, ഉറക്കൊക്കെ കഴിഞ്ഞോ? ലേറ്റ് നൈറ്റ് കുറച്ച് വർക്ക് ഉണ്ടായിരുന്നു, അതുകൊണ്ട് കുറച്ചു നേരം പകല് കിടന്നുറങ്ങി. എന്തിനാ പുളു അടിക്കുന്നേ? എന്റെ അച്ഛൻ അവിടെ വന്നപ്പോ കാര്യങ്ങളൊക്കെ അറിഞ്ഞു. പകല് കഴിക്കൂലേ? എനിക്കതൊരു വിഷയല്ല കേട്ടോ. അത് ശരി. ആണുങ്ങളാവുമ്പോ രണ്ടെണ്ണം അടിക്കും, രണ്ട് ഇടിയൊക്കെ ഇടിക്കും. ഈ കൽക്കിലെ ടോവിനോനെ പോലെ. പിന്നെ ഫ്രണ്ട്സിനോടൊരു കാര്യം പറയണം, ഇനി മേലാൽ പാര വെക്കരുതെന്ന്. അവരാണിന്ന് ഉല്ലാസിന്റെ മുണ്ടും ചെരുപ്പും അച്ഛന്റെ അടുത്തോടുത്ത് കൊള്ളാക്കിയത്. ഓ, അത് ശരി. അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങളല്ലേ? എന്ന് കരുതി അവരോട് ഉടക്കാനൊന്നും പോണ്ടാട്ടോ. ഏയ്, ഒരിക്കലും ഇല്ല. പിന്നെ എനിക്കൊന്ന് ഉല്ലാസിനെ നേരിട്ട് കാണണം, കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ഫ്രീ ആവുമ്പോ ഒന്ന് ടൗണിലേക്ക് ഇറങ്ങണേ. അതിനെന്താ, ഞാൻ വിളിച്ചിട്ട് വരാം. ഓക്കെ ദെൻ, ബൈ. ഓക്കെ. കളപ്പന്നികളെ, നിങ്ങളാണ് എൻ്റെ കല്യാണം മുടക്കിയല്ലേ? ശരിയാക്കി തരാം. കല്യാണം മുടക്കിയതാരാണെന്ന് ഒരു ക്ലൂ കിട്ടിയിട്ടുണ്ട്. ഞാൻ എന്തായാലും ഒരു കാര്യം ചെയ്യാൻ തീരുമാനിച്ചു. പെരുമ്പള്ളിക്കാവിലേക്ക് ഒരു നേർച്ച നേരാൻ പോവാ. കല്യാണം മുടക്കാവുന്ന ആളുകൾക്കേ ദേവി തന്നെ നല്ല പണി കൊടുത്തോളൂ. വെറുതെ പടച്ചോനെ പിടിച്ചൊന്നും കാട്ടാൻ നിക്കണ്ടട്ടാ. എന്തേ?
ചിലപ്പോ നമ്മളെ കയ്യിൽ നിൽക്കണ്ട പണി പാളി പോവും. അത് ശരിയാ, ആരെങ്കിലും തമാശ ചെയ്തായിരിക്കും, ഏതെങ്കിലും പാവങ്ങള്. അതെ, ശരിക്കെന്താ സംഭവം? ആരെ കല്യാണം മുടങ്ങിയത്? ആ കുന്നുംപുറത്തുള്ള മഹിതയുടെ എന്തേ? അവള് കെട്ടാനും തുടങ്ങിയോ? ദേ മുത്തപ്പ, വെറുതെ അറിയാൻ പാടുള്ള സ്ഥലത്ത് ചൊറിയാൻ നിൽക്കണേട്ടാ. അതെ, ഞാൻ ഒരു കാര്യം പറയാം. ഇനി ഇവിടെ കല്യാണം മുടങ്ങിയ പറ്റി ചർച്ചയില്ല. എന്തേ? അതന്നെ, വെറുതെ അതും ഇതും പറഞ്ഞ് സമയം പോക്കാൻ വേണ്ടിട്ട്. അടുത്ത പരിപാടി എന്താ വെച്ചാ പറയാ? എന്ത് പരിപാടി? എത്രയും പെട്ടെന്ന് ഒരു കോളേജ് ചേരണം. ഇനി നടന്നാൽ ശരിയാവില്ല. അങ്ങനെ നമുക്ക് ഗുരുവായൂരപ്പൻ കോളേജ് പോവാം. അവിടെ നല്ല ഫീസുകളാ. അങ്ങനെയല്ലേ? എടാ, ഇങ്ങനെ പഠിച്ച് പാസ്സാർക്കൊന്നും റെഗുലർ കോളേജിൽ പോകാൻ പറ്റില്ല. പാറൽ കോളേജ് പറ്റുള്ളൂ. ഇപ്പൊ നമുക്ക് പറ്റിയ കോളേജ് ഏതാറുള്ളത്? അതെ, കൂതറ കളിച്ച് കിടക്കാനാണെങ്കിൽ ഞാൻ വേറെ കോളേജ് പോയി ചേരും. എനിക്ക് പഠിക്കണം. അങ്ങനെ ഒറ്റക്ക് ഉണ്ടാക്കണ്ട. എന്താ? ഉണ്ടാക്കണെങ്കിൽ നമ്മളെല്ലാരും കൂടെ ഒരുമിച്ച് ഉണ്ടാക്കിയാൽ മതി. അതുകൊണ്ടല്ല, എനിക്ക് ഡിഗ്രി എടുക്കണം, എന്നിട്ട് വേണം ഒരു എസ് ഐ ആവാൻ. അതാണ് എന്റെ ജീവിതാഭിലാഷം. ആരും കിടിക്കണ്ട, ഞാൻ സീരിയസ് ആയിട്ടാ പറഞ്ഞത്. നീ സീരിയസ് ആയിക്കോ, ഞാൻ കർമാദിക്കണം. 3 കൊല്ലം അടിച്ചു പൊളിക്കണം. അതിന് പറ്റിയ സ്ഥലം നോക്കും. അതന്നെ. അങ്ങനെയാണ്, അതിന് പറ്റിയൊരു സ്ഥലമുണ്ട്. ബോധോദയം ട്യൂട്ടോറിയൽ കോളേജ്. ബോധോദയാ? ഓരോ വാളകള്. എടാ, ഒന്നിനൊന്ന് ജോഡിയാണല്ലോടാ. ഒരു ജാതി കുമ്പിളിക്കൊട്ടിനെ മാതിരി. ഇത് പൊളിക്കും. കണ്ടിട്ട് കുതിയായിട്ട് പോയടാ. വാ. ഓഫീസ് എവിടെയാ? പുതിയ അഡ്മിഷൻ ആണല്ലേ? സാർ, പ്രിൻസിപ്പൽ. പിന്നെ ഈ കോളേജിനെ പറ്റി അറിയാലോ അല്ലേ? ഈ നാട്ടിൽ പല കോളേജുകളുണ്ട്. എന്തുകൊണ്ടാണ് പേരൻസ് ഈ കോളേജ് സെലക്ട് ചെയ്യാൻ കാരണം അറിയോ? അത് ഈ കോളേജിന്റെ അച്ചടക്കം കൊണ്ടാ. ഡിസിപ്ലിന്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല, പ്രത്യേകിച്ച് പെൺകുട്ടികളെ കമന്റ് അടിക്കുന്ന കാര്യത്തിൽ. അതാണ് സാർ വേണ്ടത്. എന്താ പേര്? വലിയ വീട്ടിൽ ഉല്ലാസ്. വീടത്ര വലുതായിട്ടും വലിയ കാര്യമൊന്നുമില്ല. ഇവിടെ പഠനമാണ് പ്രധാനം. അപ്പൊ എന്നാ പോയി ഫീസ് അടച്ചോ. ആ പിന്നെ ആ പ്രിൻസിപ്പാളെ പോയി കണ്ടാക്കി. അയാൾ ആ റൂമിലുണ്ട്. എന്താ മോളെ? ഇതൊക്കെ പറഞ്ഞിട്ട് ഇതാണ് അപ്പൊ ഡിസിപ്ലിൻ പറഞ്ഞത്. എന്തായാലും വേണ്ടില്ല. എന്താ പേര്? വെരി ഗുഡ് മോർണിംഗ്. എല്ലാവരും ഇരിക്കി. ഗുഡ് മോർണിംഗ്. ഇരിക്കും. നീക്കല്ലേ? പുതുമുഖങ്ങളൊക്കെ ഉണ്ടല്ലോ. ആരൊക്കെ എന്ന് വന്നത് കാണട്ടെ. ഒന്ന് എഴുന്നേക്കടോ. ഇതിലാരാ ഉല്ലാസ്? ഞാനാ മിസ്. പ്രിൻസിപ്പൽ നിന്നെ പ്രത്യേകം ശ്രദ്ധിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നീ അവിടെ ഇരുന്നാ പോരാ. ദാ ഇവിടെ വന്നിരിക്കേ. മോനൊന്ന് അങ്ങോട്ടിരിക്കേ. നിങ്ങളിതെങ്ങോട്ടാ? മുന്നോട്ടിരിക്കേ. അവിടെ പോയിരിക്കേ. കണ്ണ് തീരെ പിടിക്കുന്നില്ല മോളെ. മോള് കൈപ്പത്തൊടിയിലല്ലേ? അതെ. എങ്ങനെ മനസ്സിലായി? ഞങ്ങളും അവിടുന്ന. നിങ്ങൾ എന്തായി കാണിക്കുന്നേ? ഇതൊന്നും ഇവിടെ പറ്റില്ല. ഇത് ചന്തയല്ല. പുറത്തേക്കിട്ടെ.
അയ്യോ മോളെ, ഇത് ശീലായിപ്പോയി, ഇനി ആവർത്തിക്കൂല. താൻ എന്തായി കാണിക്കുന്നേ? എന്റെ 5 രൂപ നിലത്ത് പോയതാ. വൃത്തിയോട് കാണിച്ചിട്ട് നിന്ന് ന്യായീകരിക്കുന്നോ? തന്നെ പോലുള്ള ഞരമ്പ് രോഗികൾക്ക് പറ്റിയ സ്ഥലമല്ലേ ഇത്. പോണം. നീ ഏത് പ്രിൻസിപ്പലിന്റെ ആളായാലും ശരി, രക്ഷിതാക്കളെ വിളിച്ചിട്ട് ക്ലാസ് കയറിയാൽ മതി. അല്ല ഉല്ലാസേ, സത്യം പറ, ഈ ശരിക്കും തോണ്ടിയ? ഈ നായിന്റെ മോന്റെ കണ്ണി ഞാൻ പഠിച്ചു പൊട്ടിക്കും. അല്ലെങ്കിൽ മനുഷ്യനോട് തലക്ക് പ്രാന്ത് പിടിച്ചിരിക്കാണ്. അല്ല, സംഭവിക്കാനുള്ള എന്തായാലും സംഭവിച്ചില്ലേ. ഇനി അടുത്തെന്താ വെച്ചാൽ നമുക്ക് ആലോചിക്കാം. എന്താലോചിക്കാൻ? നാറ് നാരണക്കല്ലായി. ജി ഇങ്ങനെ പ്രഷർ അടിക്കണ്ടാ, നമുക്കൊരു വഴി ഉണ്ടാക്കാം. ഇനി വീട്ടിൽ നിന്ന് ആളെ കൂടെ നല്ല തീരുമാനമാവള്. ആര് വരാൻ? ഒരു വഴിയുണ്ട്. നസീറിന്റെ കാലം തൊട്ടുള്ള വഴിയാ. അച്ഛനും വരില്ല, അമ്മയും വരില്ല, പക്ഷേ ഒരമ്മാവൻ വരും. അമ്മാവനാ? ഏതമ്മാവൻ? എനിക്കൊരമ്മാവനുമില്ല. നമ്മളൊരാളെ ഉണ്ടാക്കും. അതേതടാ മാത്യു, നമ്മൾ അറിയാത്തൊരു മാമ? അങ്ങനെ ഒരാളുണ്ട്, അച്ചായൻ, സണ്ണിച്ചായൻ. അച്ചായൻ ചെയ്തരാ മോളെ. നീ പിണങ്ങല്ലേ? ആയിക്കോട്ടെ, ഞാൻ വിളിക്കാം. ഞാൻ വിളിക്കാം മോളെ. ബൈ. കേറി വേടാ. അച്ഛാ വീണ്ടാടാ തണ്ണി. അച്ഛായ എന്താടാ? ഒരു മിനിറ്റ്. ആ, അത് ഇവിടെ കമ്പനിക്കാരനാണ്. കോളേജിൽ ചെറിയൊരു പ്രശ്നം. ഇപ്പോൾ ടീച്ചറായിട്ടൊരു അച്ഛൻ്റെ ചെറിയൊരു ഹെൽപ്പ് വേണം. അതൊക്കെ നമുക്ക് ചെയ്യാം, അതൊന്നും സാരില്ല. സംഭവത്തിന് ശേഷം മൂപ്പനാകെ പേടിച്ചിരിക്കാൻ. അച്ഛനൊന്നും എൻ്റെ മാമനായിട്ടാണ്. പ്രശ്നമാക്കണ്ട, ഇതൊക്കെ പ്രായത്തിൽ പറഞ്ഞതാ. മാത്യോ, ചെലവുണ്ടട്ടാ. അതൊക്കെ നമുക്ക് ശരിയാക്കാം അച്ഛായ. അച്ഛൻ വരൂലേ? അച്ചായൻ നീ ചെല്ല്. വാടാ പോട്ടെ. എടാ മാത്യു, നീ ടൗണിലേക്കാ? റോസി മോളെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഒരു 249 റീചാർജ്. അച്ഛായ കാര്യം നടക്കണ്ടേ? 249. ഉല്ലാസേ 259. മാത്യു, ഏതാണ്ടാ മുതല്? നോക്കല്ലേ, ഇനി ഉല്ലാസത്തോണ്ടി. നിങ്ങൾ ഓഫീസിലേക്ക് പോയിക്കോളി, ഞാൻ ക്ലാസ്സിലുണ്ടാവും. സാർ വരൂ. വാടാ. ഇവനോ? ഇരിക്ക്. സാറേ, ഇതെന്റെ മരുമകനാണ്. എന്തോ കുരുത്തക്കട കാണിച്ചു എന്ന് പറഞ്ഞിട്ട് വന്നതാ. ഇത്തവണ ഒന്ന് ക്ഷമിച്ചൂടെ? ഒരിക്കലുമില്ല, ഒരിക്കലുമില്ല. ഈവൻ എന്താ ചെയ്തെന്നറിയാം? അയ്യയ്യേ, വളരെ മോശമായി പോയി വിലാസ്, വളരെ മോശമായി പോയി. അതും ഒരു സീനിയറായ ടീച്ചർ എടുത്ത്. വളരെ മോശമായി പോയി വിലാസ്, വളരെ മോശമായി പോയി. സോ ബാഡ്. ആസ് എ സ്റ്റുഡന്റ് ഞാൻ എങ്ങനെ നിങ്ങൾ അഡ്മിറ്റ് ചെയ്യും? സോറി, റിയലി ഐ ആം സോറി, റിയലി ഐ ആം സോറി. ഐ കാൺട്ട്. ഐ ക്യാൻ സാർ. സാർ, ഞാൻ പറഞ്ഞില്ല ഞാൻ ഒന്നും ചെയ്തില്ലെന്ന്. വെറുതെ പറയാം. കുട്ടികളല്ലേ, ഇത്ര ചെറിയ കാര്യത്തിന് ഇങ്ങനെ റിയാക്ട് ചെയ്താലോ? കുഴപ്പമില്ലല്ലോ. ശരിയാക്കട്ടോ, നമുക്ക് ശരിയാക്കാം. ടീച്ചറോട് ഞാൻ സംസാരിക്കാം. ഓക്കെ, തിങ്കളാഴ്ച തൊട്ട് കുട്ടി ക്ലാസ്സിൽ വന്നോളൂ. ഓക്കെ, റെഡി അല്ലേ? കുഴപ്പമില്ലല്ലോ. അയ്യേ, ആകെ നാശായി. ഇന്ന് അതിന്റെ കുടുംബക്കാരനെ തല്ലി അറിയോ? എന്റെ അച്ഛൻ പോലും തല്ലിട്ടില്ല. മര്യാദ കാശാ തല്ലിട്ടില്ല. എനിക്ക് കോളേജിൽ പോകാൻ പറ്റിയില്ലേ? കോളേജ് കയറാൻ പറ്റിയ സംഭവമല്ലോ ഉല്ലാസേ, കാര്യം നടന്നില്ലേ? നിനക്കങ്ങനെ പറയാ? പോയത് എന്റെ മോന്താണ്. പിന്നെ മമ്മൂട്ടിയല്ലേ?
നിക്കടാ. ഫാത്തി, ആ എന്താ വാപ്പച്ചി? എനിക്കൊന്ന് എണീക്കണം. എന്തേ നേരത്തെ പോന്ന്? സുഖല്ലേ? ബയ്യാണ്ടായിക്കുന്ന? കുഴപ്പമൊന്നുമില്ല. ഞാൻ വിചാരിച്ചു എന്റെ മോൻ അങ്ങ് പഠിച്ച് ബയ്യാണ്ടായിട്ടുണ്ടാവൂന്ന്. ബാങ്കിൽ നിന്ന് നോട്ടീസ് വന്നിക്കണ്, മേശപ്പുറത്ത് വെച്ചിട്ടുണ്ട്. പഠിച്ചോൻ എന്നോട് കാണിച്ചത് 2 ചതിയാ. 1 അന്ന എനിക്ക് തന്നത്, 2 ഇന്നൊരു പണിക്കും പോകാൻ പറ്റാണ്ടാക്കി ഇവിടെ ഇങ്ങനെ ഇട്ടച്ച്. എന്തെങ്കിലും വയ്യുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഈ കുടുംബം വലിച്ച് മുന്നോട്ട് കൊണ്ടുപോകുകയിനി. അനക്ക് ചോറെടുക്കട്ടെ? വേണ്ട. പുറത്തുനിന്ന് കഴിച്ചിട്ടുണ്ടാവും. അതുകൊണ്ടല്ല, വിശപ്പില്ലാത്തോണ്ടാ. എനിക്ക് കുടിക്കാൻ കുറച്ച് വെള്ളം എടുത്തേ. ഇവളുടെ കാര്യത്തിൽ എന്താ എൻ്റെ തീരുമാനം? ഇവിടെ തന്നെ ഇങ്ങനെ നിർത്താനാ? ആദ്യത്തെ കെട്ടിൽ ബാധ്യത ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. ഇവളെ കെട്ടിക്കണം. ഞാനുള്ള കാലത്ത് തന്നെ വേലക്കാരിയെ പോലെ അവിടെ കഴിയുന്നത്. ഞാനില്ലാണ്ടായാലും എന്താവെന്ന് എനിക്ക് ഊഹിക്കാൻ പറ്റും. ഇങ്ങോട്ട് കൊണ്ടാ. നല്ല ആളാട്ടോ. ഞാനൊന്ന് നേരിട്ട് കാണണമെന്ന് പറഞ്ഞിട്ട് ഇതുവരെ വന്നില്ലല്ലോ. അല്ല, അതുകൊണ്ടല്ല. പിന്നെ കോളേജിൽ ചെറിയ പ്രശ്നങ്ങള്. കോളേജ് ആകുമ്പോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. എന്തു പറ്റി? ഏയ്, കമ്പ്യൂട്ടർ ടേബിളിന് മൂലം ഉണ്ടതാ. അത് ശരി. പിന്നെ നാളെ കോളേജ് ഇല്ലല്ലോ. അങ്ങനെയാണെങ്കിൽ നാളെ വരാൻ പറ്റുമോ? ഓ പിന്നെന്താ, നാളെ എന്തായാലും വരാം. അപ്പൊ ഓക്കെ, നാളെ കാണാം. ഓക്കെ. പണ്ടാരടങ്ങാനായിട്ട്. ഈ എസ് ഐ ആവാനുള്ള ആഗ്രഹം ചെറുപ്പം മുതലേ ഉണ്ടായിരുന്നോ? എന്താ? അല്ല, ഈ എസ് ഐ ആവാനുള്ള. അത് ചെറുപ്പം പോലെ ഉണ്ടായിരുന്നു. എനിക്ക് പോലീസുകാരെന്ന് വെച്ചാ ഭയങ്കര ക്രേസാണ്. അത് ഈ കോൺസ്റ്റബിൾസ് അല്ല കേട്ടോ, ഈ എസ് ഐ അല്ലെങ്കിൽ അതിനു മുകളിൽ. ഞാൻ ഈ ആക്ഷൻ ഹീറോ ബിജു കൽക്കിയൊക്കെ കണ്ടതിൽ കണക്കില്ല. ഈ എസ് ഐ ഒക്കെ ആവുമ്പോ ബോഡിയൊക്കെ കുറച്ചുകൂടെ ഫിറ്റ് ആക്കണ്ടേ? ഫിറ്റാറുണ്ട്. അല്ല, ഈ ജിമ്മിൽ പ്രാക്ടീസ് ഒക്കെ. പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടാട്ടോ ഈ പോലീസ് യൂണിഫോമിന്റെ കളർ തന്നെ, ഈ കാക്കിയേ. അതെ അതെ അതെ. ശരിക്കും നിവിനാണോ ടൊവിനോ ആണോ ഈ പോലീസ് യൂണിഫോമിൽ പൊളി? മമ്മൂട്ടി. ശരിയാ. കഴിക്ക. ഇനി എത്ര കാലം എടുക്കും എസ് ഐ ആവാൻ? അത് ഈ ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം PSC. സോറി കേട്ടോ, അച്ഛൻ വന്നിട്ട് കാണാതെ പോയതിന്. ഏയ്, അത് കുഴപ്പമില്ല. എന്റെ ഫ്രണ്ട്സിന്റെ പണിയല്ലേ ഓക്കെ കൊളാക്കിയത്. ശരിക്കും ഈ കല്യാണത്തിന് ഇഷ്ടമുണ്ടായിരുന്നോ? ആരൊക്കെയോ? എനിക്കും ഇഷ്ടായിരുന്നു, ഇപ്പോഴും ഇഷ്ടാണ്. നറുതേൻ കൂടായുള്ള
എന്താടാ ഇത്? അത് പോയി. മകളെ അച്ചിറങ്ങട്ടെ. സത്യങ്ങള് വിശാലം, നിങ്ങൾ ഇത് സീരിയൽ പോലെ വലിപ്പിക്കാണ്ട് വേഗം പോയിക്കോളി മനുഷ്യ. വിശാലം. അച്ഛാ എന്താ മോളെ? ആ ഒന്നുമില്ല, വേമ്പക്കോളി. അച്ഛാ എന്താടാ? അവിടെ ചെന്ന് വല്ല കുട്ടികളുടെ വെക്കിട്ട് ഇറാൻ പോകണ്ട. എനിക്കാവൂല അവിടെ അങ്ങ് വരാൻ. തേണ്ടി തോമാട്ടാ, ഞാനിതൊന്ന് കൊണ്ടു കൊടുത്തിട്ട് വരാം. കൊണ്ട കൊടുത്താ മാത്രം പോരാ, അതിന്റെ പൈസ ഇങ്ങോട്ട് വാങ്ങിക്കോ. ഇനി അതും കടാക്കാൻ നിക്കണ്ട. ആ കനക ഇങ്ങോട്ട് ഡോ, നമ്മളെ തൊടിക്ക് ചുറ്റും ഒരു വേലി കെട്ടണം. ഇല്ലെങ്കിലേ കണ്ടവരൊക്കെ കേറി നിരങ്ങും. അതിനിപ്പോ ആരും ഒരാളെ കിട്ടുക? കീരനും കോരനും നിങ്ങളെ പറമ്പിലാച്ചാ വരൂല. വരണ്ടടോ, എനിക്കറിയാ. ഇതൊക്കെ ഉണ്ടാക്കിയത് ഞാനാണെങ്കിലേ ഇതൊക്കെ കൊണ്ടടക്കാനും എനിക്കറിയാം. ഇനി ആരും പഠിപ്പിക്കാൻ വരണ്ട. വിലാസിനിയെ, എന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് നിന്റെ തൊടിയെ കയറി ഓലയും മട്ടിലൊന്നും എടുക്കണ്ട. ഞാൻ കുറച്ച് കൊതുമ്പല് മാത്രമേ എടുത്തിട്ടുള്ളൂ ഉത്തമേട്ടാ. എന്റെ കെട്ടിയോന് ചായ ഉണ്ടാക്കാനാ. എനക്കും എന്റെ കെട്ടിയോനും ചായയും ചോറും ഉണ്ടാക്കാനേ ഇന്റെ തൊടിയല്ലേ വിറകല്ല കൊണ്ടോണ്ട്. അതിന് നിങ്ങൾ വേറെ സ്ഥലം നോക്കണം. എന്നാ എനിക്കിത് വേണ്ട. കുറച്ച് കൊതുമ്പല് എടുത്തേനെ. ആളെ കണ്ണു തെറ്റിയാൽ ആരാന്റെ ദിസ്കാൻ നടക്കുന്ന കുറെ ഉണ്ട് ഇവിടെ. എനക്കിതൊക്കെ നോക്കിയൂടടാ, വെറുതെ തീട്ടുണ്ടാക്കാനായിട്ടൊരു മേഷിയെ. ഘോഷയാത്ര, പ്രതിഭകളെ ആദരിക്കൽ, സാംസ്കാരിക സദസ്സ്, പ്രഭാഷണ പരമ്പര, സംവാദം, പുസ്തകോത്സവം, തൊഴിലാളി സംഗമം, മഹിളാ സംഗമം, ഉല്ലാസേ, ശാസ്ത്ര സംഗമം, ബാലകലോത്സവം. അല്ലടോ, അന്റെ പിറക്കാതെ പോയ അച്ഛൻ വിളിച്ചിട്ട് ഈ എന്താടോ മിണ്ടാതെ പോകുന്നേ? ഇതാമട്ടാ, നിങ്ങക്ക് ലോട്ടറി കച്ചവടല്ലേ ജോലി? വെറുതെ എന്നെ ചൊറിയാൻ നിക്കണ എന്തിനാ? ചൂടാവല്ലേ ഉല്ലാസേ, ഒന്ന് എടുക്കുന്നോ? നല്ല നമ്പർ ഉണ്ട്, സെയിം തരാ. ഈ ആഴ്ച 5ന്റെ സീരീസിൽ ഒന്നും വീണിട്ടില്ല. ഞാൻ എടുക്കാം. സമ്മാനം കിട്ടില്ലേ പൈസ തിരിച്ചു തരൂ. ഈ ആ ഉൽപ്പലാശൻ നായരെ മോൻ തന്നെ. ലാഭോ ഈ കൊണ്ടാ, കയ്യിൽ 5 പൈസ ഇല്ലാത്തനോടെ പറഞ്ഞിട്ടൊരു കാര്യമില്ല. ബാക്കി അവിടെ വെച്ചോ, ഞാൻ വാങ്ങിക്കോളാം. എന്താ തപ്പവന്റെ കഥ? അങ്ങനെ ഇപ്പൊ ആരും കൂടെ ആളാവാൻ നിക്കണ്ട. എനിക്ക് വേണം ഒരു സീരീസ്. അത് ഞാൻ കൊടുത്തോല്ലോ, അനക്ക് ഞാൻ വേറെ തരാം. അരി മേടിക്കാൻ വെച്ച പൈസയാണ്. അടിക്കടോ അണ്ണാ, ഞാൻ ഈ നാട്ടിൽ വന്നപ്പോ മുതലേ കേൾക്കുന്നയാ. അതെന്താ ഉത്തമേണ്ണ എല്ലാരും ഉല്ലാസിന്റെ പിറക്കാതെ പോയ അച്ഛൻ വിളിക്കുന്നേ? അതെ, ഇവന്റെ ചെറിയച്ഛനാണല്ലോ ഉത്തമേ. പണ്ട് ഇവന്റെ അമ്മ വിശാലേച്ചിന്റെ പുറകെ മൂപ്പര് കൊറേ നടന്നതാ. പോയി മോനെ ഉൽപ്പലാക്ഷ പോയി. ഈ ഇങ്ങനെ നടന്നു അതിനെ ഉത്തമ കൊണ്ടുപോയി. ഉത്തമന്റെ ഏട്ടനാ ഞാൻ. അതിനെങ്ങനെ സ്വന്താക്കണമെന്ന് എനിക്കറിയാം. പിന്നെ എന്നിട്ട് എന്തായി? നമ്മളെ ഉൽപ്പലാശേട്ടൻ പോലീസായപ്പോ മൂപ്പത്തിന്റെ അച്ഛെ ഓരെക്കൊണ്ട് ഓലെ അങ്ങോട്ട് കല്യാണം കഴിപ്പിച്ച്. അന്ന് ബ്രഹ്മചാരി ആയതാണ് ഉത്തമേട്ടൻ. പിന്നെ നമ്മളെ നാട്ടുകാരല്ലേ, അതും പറഞ്ഞ് കളിയാക്കിയാണ് ആ പേര് വീണ്. ഉല്ലാസിന്റെ പിറക്കാതെ പോയ അച്ഛൻ. ചായോ, ഒരു പാക്കറ്റ് ഉപ്പ്, 1/2 കിലോ പഞ്ചസാര, ഒരു പാക്കറ്റ് സാമ്പാർ പൊടി, 5 കോഴിമുട്ട. കോഴിമുട്ട. ആ ഉല്ലാസേ, നിന്റെ അച്ഛൻ കാസർഗോഡേക്ക് പോയില്ലേ? ഇനി അവിടെ എന്തൊക്കെ ചൊറയുണ്ടാക്കുമെന്ന് ആർക്കറിയാം. എന്തായി നിന്റെ കോളേജിൽ പോക്ക്? അച്ഛനെന്ന് പറഞ്ഞില്ലേ, ടീച്ചറെ ചന്തിക്ക് വേണ്ടി അവനെ കോളേജിൽ നിന്ന് പുറത്താക്കി. അമ്പട വീര, നീ പാവത്തെ പോലെ നടന്നിട്ട് ആള് മോശമില്ലല്ലോ. രമേശേട്ടാ, വെറുതെ വേണ്ടാത്ത ഒന്നും പറഞ്ഞുണ്ടാക്കണ്ട. ഞാനൊരു തേങ്ങ ചെയ്തിട്ടില്ലേ, അതൊക്കെ സോൾവ് ആയ അച്ചായോ. സാധനം എടുത്ത് വെച്ചേക്ക്, ഞാൻ ഒന്ന് മേടിച്ചോളാം. എന്തായിട്ടൊരു കള്ളത്തരം? അവിടെ ഒരു ചേര. ചേരയോ? ഏത് ചേര? നിനക്ക് എത്ര ചേരാനെ അറിയാ? അതെ, വലിയ ഭാരിച്ച കാര്യമൊന്നും അന്വേഷിക്കണ്ട. ഇതകത്തോണ്ട് വക്കി. ഹാൻസ് അല്ല, ഞാൻ അമ്മനോട് പറഞ്ഞു കൊടുക്കും. എന്നാ നിന്നെ ഞാൻ കൊല്ലും. മണത്തിട്ട് പോയാ പോയി വായിക്ക് വാ. ചെക്കൻ എന്താ അരി വാങ്ങിയില്ലേ? ഉല്ലാസേ, ഈ സ്റ്റോർ പോയില്ല? സ്റ്റോർ തുറന്നില്ല. ആ എന്താ? കുഞ്ഞാക്കയുടെ മോൾ ആരെ പൊളിച്ചോടി പോയി. അയ്യോ, 2 ദിവസം മുന്നേ കൂടി ഞാൻ ആ കുട്ടീനെ കണ്ടാണല്ലോ. പെൺകുട്ടികളായ അങ്ങനെയാ,
അല്ലാതെ അച്ഛനും ആങ്ങളേക്കും ഭാരമായി നിൽക്കലല്ല. ഈ എന്താ പറഞ്ഞ എനിക്ക് മനസ്സിലായടാ. ഈ എന്റെ അച്ഛനും കൂടെ ഇവളെ കല്യാണം കഴിപ്പിച്ച് വിടണ്ട. എന്താ ചെയ്യേണ്ടത് എനിക്ക് അറിയാം. അല്ല നീ ഈ അങ്ങനെ പോടി. അത് ഞാനിപ്പോ ആരുടെ കൂടെ പോയോ? എന്നാൽ ഇങ്ങനെ ഒന്നിനെ പറ്റിയിട്ടില്ല ഞാനായിട്ട് വിചാരിക്കൂ. അല്ല പിന്നെ ഒന്നിനെ വിശ്വസിച്ചൂടാ. കുട്ടി നോക്കണ്ടോ? ഞാൻ പോവാണ്, ആകെ ചടച്ച്. ഈ ഇങ്ങനെ പേടിച്ചാലോ? ഇതൊക്കെ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ എടുക്കണ്ടേ? എന്ത് കുണ്ടിക്ക് പിടിക്കുന്നതാ? ഇയാളൊക്കെ പിടിച്ചങ്ങായി അല്ലി വല്ലി. അന്നെ കണ്ടതിന് ഉറക്കം വരില്ല. ഉല്ലാസേ, നീ എന്തിനാ മാറി നടക്കുന്നേ? നീ എന്തിനാ പെണ്ണേ എന്റെ പുറകെ കിടക്കണേ? ഒന്നുമില്ല. ചേവരമ്പിലെ സ്കൂളിൽ പഠിക്കുന്ന കാലം തൊട്ട് ഉല്ലാസിനെ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. ഇതിപ്പോ ഉല്ലാസിന്റെ ക്ലാസ്സിലും. നിർത്ത്, നീ എങ്ങോട്ടാ ഈ തോണി തൊഴണേന്ന് എനിക്കറിയാം. ഉല്ലാസ്, ഞാനൊന്ന് പറഞ്ഞോട്ടെ? വേണ്ട, നീ ഒന്നും പറയണ്ട. എനിക്ക് കുറച്ച് ലക്ഷ്യങ്ങളൊക്കെ ഉണ്ട്. എനിക്കറിയാം. ഡിഗ്രി എടുത്ത് SI ആവണം, സർക്കാർ ജോലിയുള്ള ഒരു പെണ്ണിനെ കല്യാണം കഴിക്കണം, അതല്ലേ? ഇതൊക്കെ അറിയാമെങ്കിൽ പിന്നെ നീ എന്തിനാ പെണ്ണെ എന്നെ ബുദ്ധിമുട്ടിക്കണേ? അപ്പോ സർക്കാർ ജോലി ഒപ്പിച്ചാ എനിക്കൊരു ചാൻസ് ഉണ്ടാവൂലേ? ഒന്ന് പോയിടെ അവിടുന്ന്. ഓളെന്താടാ പറഞ്ഞേ? എന്റെ ലൈനാ. ഈ ഓനെ നോക്കി പേടിപ്പിക്കാൻ നിൽക്കൊന്നും വേണ്ട, അല്ലെങ്കിൽ ഈ വിചാരിച്ചൊന്നും നടക്കാൻ പോണില്ല. ഫിറോസേ, ഒരു അടിപൊളി പെണ്ണ് വന്നിട്ട് ഇഷ്ടാന്ന് പറഞ്ഞിട്ട് അത് മനസ്സിലാക്കാൻ പറ്റുന്ന മോയത്തിലട നീ. അത് ഞാനും സഹിച്ചോളാം. മുത്തപ്പോ മുത്തപ്പൻ നിന്റെ തന്ത ഒന്നും സമ്മതിക്കില്ല. എന്തേ? ഫിറോസെ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. പറഞ്ഞോ. വേറൊന്നുമല്ല, ഞാനിങ്ങനെ നിക്കണോണ്ട് വാപ്പച്ചിക്കും എനക്കും എന്തേലും ബുദ്ധിമുട്ടുണ്ടോ? എന്ത് വർത്താനി പറയണേ? പാപ്പിച്ചാനോട് ചൂടായാ? ഏയ് അതൊന്നുമല്ല, ഞാനിങ്ങനെ ഓരോന്ന് ആലോചിക്കുമ്പോ. വേണ്ടാത്തൊന്നും ആലോചിക്കാൻ നിൽക്കണ്ട. ഇവിടെ ഉള്ളത് വാപ്പച്ചിക്ക് എനിക്കും വലിയൊരു ആശ്വാസ, സമാധാന. പിന്നൊരു വിഷമമുള്ളത് പോത്തുപോലെ വളർന്നിട്ടും അനക്കൊക്കെ വേണ്ടി ഒന്നും ചെയ്യാൻ പറ്റണില്ലല്ലോ എന്നുള്ളതാ. തലയിലെഴുത്തിപ്പോ സാൻഡ് പേപ്പർ ഇട്ട് വരച്ചാൽ പോവില്ലല്ലോ അല്ലേ? നീ പോയി കിടന്നോ. പിന്നെ വാപ്പച്ചിക്ക് പ്രായമായി, മനസ്സിൽ വിചാരിക്കണതൊന്നാവില്ല പുറത്തേക്ക് പറയണത്. ഒക്കെ സ്നേഹം കൊണ്ടാന്ന് വിചാരിച്ചാൽ മതി. നമ്മളോടൊക്കെ എന്ത് വിരോധടിയാ മനസ്സിലുണ്ടാവുക. മോള് വിഷമിക്കണ്ട കേട്ടോ, പോയി കിടന്നു. ഗുഡ് മോർണിംഗ്. നീയോ? നീ എന്താ ഇവിടെ? അവിടെ പോയിരിക്കേ. എന്തിനാലും ചിരിക്കണേ? ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. ഇനി അതും പറഞ്ഞ എന്നെ കളിയാക്കാൻ നിൽക്കണ്ട. ഉല്ലാസേ, ഇന്നത്തെ എൻ്റെ പെർഫോമൻസ് അടിപൊളിയായിട്ടുണ്ട്. പിന്നെ അല്ല, ഇതൊക്കെ അത്രേ ഉള്ളൂ. ബ്രാല പോടാ. എടാ ഉല്ലാസേ, നിന്റെ ഇയാളല്ലേ കാസർഗോഡ് പോയത്? ഇനി കാസർഗോഡേക്ക് ഇതിലെങ്ങനെ വല്ല വഴിയുണ്ടോ? ഹോസ്പിറ്റലിൽ കുളിപ്പിക്കടാ, കുളിപ്പിച്ചു കൊടുക്ക്. ചെറിയ മോനല്ലേ? ഈ പാടി കയ്യിലിരിപ്പിന് കൊടകൊണ്ട് ട്രാൻസ്ഫർ കിട്ടി, എന്നിട്ടെങ്കിലും നന്നാന്ന് വിചാരിച്ചു. ഇപ്പൊ സസ്പെൻഷൻ വാങ്ങി വന്നിക്കുക. സസ്പെൻസ് എനിക്ക് പുല്ല. നിങ്ങക്ക് എന്താ പുല്ലല്ലാത്ത? ട്രാൻസ്ഫർ പുല്ല, നിങ്ങക്ക് സസ്പെൻഷൻ പുല്ല, നീ ഡിസ്മിസൽ ആയാലും പുല്ല. എല്ലാം കാണാൻ കേൾക്കാൻ ഞാനുണ്ടല്ലോ ഇവിടെ. ഈ എനിക്ക് പുല്ല, പുല്ല് പാടി പുല്ലേ. ഇന്റെ മോൻ എങ്ങനെ പഠിക്കുന്നു എനിക്കൊന്ന് കാണണം. എന്താടാ ഈ പിറുപിറുക്കുന്നേ?
ഞാൻ ചോദിച്ചു കേട്ടില്ലേ? കേട്ടു. എന്നിട്ട് എന്തേ? വഴിയുണ്ടാവും. എന്ത് വഴി? ഞാനെന്തെങ്കിലും പണിക്കൂ. എന്ത് പണിയാ മോനെ എടുത്ത് വെച്ച്? എടാ ഒരു കല്ല് പൊന്തിക്കാൻ അറിയോ എനക്ക്? ഓ പണിക്കോ? ആ ഇതാ വന്നിക്കുന്ന കാലാത്തമാര്. ചെല്ല്. എന്തടാ? ഒന്നുമില്ലടാ, ഞങ്ങള് വെറുതെ വന്ന് നോക്കിയാ. അച്ഛനൊക്കെയാ? അതൊക്കെ ആയി. പക്ഷെ എനിക്കൊരു പണി കിട്ടി. എന്ത് പണി? ആള് സസ്പെൻഷൻ ആയിട്ടാ വന്നേക്കുന്നത്. ആ വെരി ഗുഡ്. പോയിട്ട് ഒരാഴ്ചയിലായിട്ടുള്ളൂ, അപ്പത്തിന് മൂപ്പര് ഒപ്പിച്ച. എന്റെ അച്ഛനൊരു സംഭവം തന്നെയല്ലേ. കോപ്പ്. അമ്മയുടെ ഇതാണെങ്കിൽ 5ന്റെ കാശ് കിട്ടൂല. ഞാൻ വാശിക്കാണെങ്കിൽ ഒരു പണിക്കും പോവാന്ന് പറഞ്ഞു. ഇയ്യാ പണിക്കാ ബെസ്റ്റ് ആയിട്ടുണ്ട്. ഈ നടക്കണ വല്ല കാര്യം പറയൂല്ല സാർ. എന്താ എനിക്ക് പണിക്ക് വെക്കൂടെ? ഈ പോയി കിടന്നോ, എന്തേലും വഴി ഉണ്ടാക്കാം നമുക്ക്.